തമിഴ്നാട്ടിലെ തിരുപ്പുറംകുണ്ട്രം എന്ന് പറയുന്ന മുരുക ക്ഷേത്രത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു വരികയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ തിരുപ്പുറംകുണ്ട്രം എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ മുസ്ലിം സമൂഹത്തിൽ സിക്കന്ദർ ഹിൽ ഹസ്രത്ത് സിക്കന്ദർ ബാദുഷാ ദർഗ എന്നറിയപ്പെടുന്ന മധുര തിരുപ്പുറംകുണ്ട്രം കുന്നിൻ മുകളിൽ ആടുകളെയും കോഴികളെയും ബലി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോസ്റ്ററുകൾ അവിടെ വരുന്നു. അങ്ങനെ പോസ്റ്ററുകൾ അവിടെ വരുമ്പോൾ ദർഗയിൽ ആരാധന നടത്താനുള്ള അവകാശം സംരക്ഷിക്കുന്നതിനായി മൃഗങ്ങളെ കശാപ്പ് ചെയ്യാൻ ഞങ്ങൾ പദ്ധതികൾ ഇടുന്നു, അത് തിരുപ്പുറംകുണ്ട്രം മലയിലാണ് എന്നുള്ളതാണ് ആ പോസ്റ്ററിൽ പ്രധാനമായും എടുത്തു പറയുന്നത്. എന്തു തന്നെയായിരുന്നാലും ഇത് വലിയ പ്രതിഷേധത്തിനാണ് അവിടെ വഴിവെച്ചത് എന്നുള്ളതാണ്. അതായത് ഈ ഒരു പുണ്യസ്ഥലത്ത് മുരുകന്റെ 6 പുണ്യ മലകളിൽ ഒന്നാണ് തിരുപ്പുറംകുണ്ട്രം. ആ ഒരു പുണ്യസ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം വരുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് കാരണമായി. എന്നാൽ ഈ പ്രതിഷേധത്തിൽ ഇപ്പോൾ അണ്ണാമലൈ, അതായത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലയും പങ്കുചേർന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അണ്ണാമലൈ കാവടി എടുത്തുകൊണ്ടാണ്, തൈപ്പൂയ ദിവസത്തിൽ കാവടി എടുത്തുകൊണ്ടാണ് അണ്ണാമലൈ തൻ്റെ ഈ നീക്കത്തിന് തുടക്കം കുറിച്ചത് എന്നാണ് ഇപ്പോൾ തമിഴ് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. അണ്ണാമലൈ ഇത് പ്രധാനമായും പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം തൈപ്പൂയമായിരുന്നു. ഈ തൈപ്പൂയ ദിവസം അണ്ണാമലൈ എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടു. എക്സിൽ അണ്ണാമലൈ ഇട്ട പോസ്റ്റ് ഇങ്ങനെയായിരുന്നു. അതായത് ഒരു മണ്ഡലകാലം 48 നാളുകൾ വ്രതമിരുന്ന് തൈപ്പൂയ ദിനത്തன்று அப்பன் முருகப்பெருமாளை பழனிமலையில் தரிசிக்கும் வாய்ப்பு கிடைத்ததை பெரும் பேராக കരുതിக்கிறேൻ എന്നാണ് അണ്ണാമലൈ പറഞ്ഞത്. അതായത് ഒരു മണ്ഡലകാലത്തിൽ 48 ദിവസം ഞാൻ വ്രതമെടുത്ത് മുരുകപ്പെരുമാളെ പളനിമലയിൽ പോയി ഞാൻ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞ് അണ്ണാമലൈ കാവടി എടുത്തു. ആ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം അവസാനം അണ്ണാമലൈ കുറിച്ചത് സ്കന്ദനുക്ക് ഹരോഹര എന്നും കുണ്ട്രെല്ലാം കുമരനുക്ക്, അതായത് എല്ലാ മലയും മുരുകൻ്റേത് മാത്രമാണ് എന്നാണ് അണ്ണാമലൈ കുറിച്ചത്. എല്ലാ മലയും മുരുകൻ്റേതാണെന്ന് പറയുമ്പോൾ ഈ 6 പുണ്യ മലകളും മുരുകൻ്റേത് മാത്രമാണ് എന്നുള്ളതാണ് അണ്ണാമലൈ അതിലൂടെ പ്രസ്താവിക്കാൻ ശ്രമിച്ചത് എന്നാണ് ഇപ്പോൾ തമിഴ് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കുണ്ട്രെല്ലാം കുമരനുക്ക് എന്ന് പറയുമ്പോൾ അണ്ണാമലൈ അവിടെ കാവടി എടുത്തുകൊണ്ടാണ് പ്രതിഷേധിച്ചത്. നമുക്കറിയാം, നേരത്തെ തമിഴ്നാട്ടിലുണ്ടായ വലിയ രീതിയിലുള്ള പ്രതിഷേധം എന്ന് പറയുന്നത് എൽ മുരുകൻ, BJPയുടെ മുൻപത്തെ സംസ്ഥാന പ്രസിഡന്റ് സംഘടിപ്പിച്ച ഒരു പ്രതിഷേധമായിരുന്നു. വെട്രിവേൽ വീരവേൽ എന്നായിരുന്നു ആ പ്രതിഷേധം. വലിയ രീതിയിൽ നമ്മുടെ കേരളത്തിലെ ശബരിമല പ്രക്ഷോഭം പോലെ അത് ആളിക്കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിൽ DMK ആടിപ്പോകുന്ന ഒരു കാഴ്ചയെ നമ്മളെല്ലാവരും കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ അണ്ണാമലൈ ഇതിൻ്റെ മുൻപിൽ ഇറങ്ങിയിരിക്കുന്നു എന്നാണ് സകല മാധ്യമങ്ങളും അവിടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളും രാഷ്ട്രീയ ഇടപെടലുകളും ഇപ്പോൾ തിരുപ്പുറംകുണ്ട്രത്തെ ചുറ്റിപ്പറ്റി നടക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുസ്ലിം സമുദായ അംഗങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അവിടെ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു. ഹിന്ദു സംഘടനകൾ ആ ആവശ്യത്തെ ശക്തമായി എതിർത്തു. ആ സ്ഥലത്ത് മൃഗബലി നിരോധിക്കുകയായിരുന്നു. ഇത് 2 വിഭാഗങ്ങൾക്കിടയിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിന് കാരണമാക്കി. എന്തായാലും ഭരണകക്ഷിയായ DMK, VCK, ഇടതുപക്ഷ പാർട്ടികൾ, കോൺഗ്രസ് എല്ലാവരും ചേർന്ന് നിലവിലെ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്ന SDPയെയും മറ്റു മൗലികവാദികളെയും പിന്തുണച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രതിഷേധത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ തിരുപ്പുറംകുണ്ട്രത്തിൽ നിങ്ങൾ ആടിനെയും മാടിനെയും ബലിയിറക്കുകയാണെങ്കിൽ പോർക്കിനെ ബലിയർപ്പിക്കാൻ ഞങ്ങളിവിടെ തയ്യാറാകും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം വേറൊരു ഭാഗത്തും രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. ജനുവരി 21 വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളിൽ DMK പങ്കിനെ ഹിന്ദു മുന്നണി ചോദ്യം ചെയ്തു. തമിഴ്നാട്ടിൽ മതപരമായ കലാപങ്ങൾക്ക് DMK ആണോ ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തിരുപ്പുറംകുണ്ട്രത്ത് DMK MLA അബ്ദുൾ സമദിന്റെ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം അപലപനീയമാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തു തന്നെയായിരുന്നാലും അണ്ണാമലൈ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം BJP നേതാക്കൾ അവിടെ എത്തിയപ്പോൾ, തിരുപ്പുറംകുണ്ട്രത്ത് എത്തിയപ്പോൾ അങ്ങോട്ടേക്ക് കടത്തിവിടാനായിട്ട് പോലീസ് തയ്യാറായില്ല. അതേസമയം ഞാൻ ആരാധിക്കാനാണ് എത്തിയിരിക്കുന്നത് എന്ന് H. രാജ പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോകാൻ സാധിക്കില്ല എന്നായിരുന്നു ഇവിടെ പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു വിഷയം ഇവിടെ ഉണ്ടായ സാഹചര്യത്തിൽ അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ H. രാജ തിരിച്ചു ചോദിച്ചത്, ഒരു മുസ്ലിം ആരാധിക്കാൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആരാധനാലയത്തിലേക്ക് പോകുന്നതിൽ നിന്ന് നിങ്ങൾ അയാളെ തടയുമോ എന്നാണ് H. രാജ ചോദിച്ചത്. എന്തായാലും ഇപ്പോൾ വരുന്ന സൂചനകൾ അനുസരിച്ച് നേരത്തെ തന്നെ ഹിന്ദു മുന്നണിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള മുരുകന്റെ പട അവിടെ ഇരച്ചു വരുന്ന ഒരു കാഴ്ച കണ്ടു. ഇത് കണ്ട് വലിയ പ്രതിഷേധം, കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് DMKക്ക് മനസ്സിലായി. ഇനി അണ്ണാമലൈ കൂടെ ഇതിന് ചുക്കാൻ പിടിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലായിരിക്കും ഇതൊക്കെ കലാശിക്കുക. വലിയ രീതിയിലുള്ള കോളിളക്കം തന്നെ തമിഴ്നാട്ടിൽ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.